പ്രവാസലോകത്തെ വാർത്തകൾ. സൗദിയിൽ ഗാർഹിക തൊഴിലാളി നിയമം പരിഷ്കരിക്കുന്നു. ഗാർഹിക തൊഴിലാളികളുടെയും തൊഴിലുടമകളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായാണ് കരട് നിയമം അവതരിപ്പിച്ചത്. സൗദി അറേബ്യ ഗാർഹിക തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പുതിയ കരട് നിയമം അവതരിപ്പിച്ചു. റിക്രൂട്ട്മെന്റ് നടപടികൾ സുതാര്യമാക്കാനും ചൂഷണം തടയാനും ലക്ഷ്യമിട്ട് മാനവ വിഭവശേഷി സാമൂഹ്യ വികസന മന്ത്രാലയം ഇസ്തില പ്ലാറ്റ്ഫോം വഴിയാണ് പുതിയ കരട് നിയമം പുറത്തിറക്കിയത്. പുതിയ നിയമം അനുസരിച്ച് 21 വയസ്സിൽ താഴെയുള്ളവരെ ഗാർഹിക ജോലികൾക്കായി നിയോഗിക്കുന്നത് പൂർണ്ണമായും നിരോധിച്ചു. തൊഴിൽ കരാറുകൾ നിർബന്ധമായും അറബി ഭാഷയിലായിരിക്കണം. തൊഴിലാളികൾക്ക് മനസ്സിലാകുന്ന മാതൃഭാഷയിലുള്ള വിവർത്തനവും കരാറിൽ ഉൾപ്പെടുത്തണം. തൊഴിലാളികളുടെ ആരോഗ്യവും സുരക്ഷയും മുൻനിർത്തി ജോലി സമയം കൃത്യമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ദിവസേനയുള്ള ജോലി സമയം 10 മണിക്കൂർ കൂടാൻ പാടില്ല. മന്ത്രാലയം അംഗീകരിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി മാത്രമേ വേതനം നൽകാവൂ എന്നും നിയമത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മസ്കറ്റിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും കണ്ണൂരിലേക്കുമുള്ള വിമാന സർവീസുകൾ എയർ ഇന്ത്യ എക്സ്പ്രസ് പുനരാരംഭിക്കുന്നു. സർവീസ് റദ്ദാക്കിയതിനെ തുടർന്ന് പ്രതിസന്ധിയിലായ പ്രവാസി മലയാളികൾക്ക് ഇത് ഏറെ ആശ്വാസകരമാണ്. ഏപ്രിൽ 5 മുതൽ ഏപ്രിൽ 30 വരെയുള്ള പുതിയ ഷെഡ്യൂളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ രാത്രി 11:25 മസ്കറ്റിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം അടുത്ത ദിവസം പുലർച്ചെ 4:55 തിരുവനന്തപുരത്തെത്തും. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ രാത്രി 8:10 മസ്കറ്റിൽ നിന്ന് പുറപ്പെട്ട് പുലർച്ചെ 1:20 കണ്ണൂരിലെത്തും. മുംബൈ, ഡൽഹി സെക്ടറുകളിലേക്കുള്ള സർവീസുകൾ നിലവിലുള്ളതുപോലെ തുടരും. കോഴിക്കോട്, കൊച്ചി സെക്ടറുകളിലേക്കുള്ള സർവീസുകൾ പുതിയ ഷെഡ്യൂളിലും ഉൾപ്പെടുത്തിയിട്ടില്ല. 10 ദിവസം മുൻപാണ് മസ്കറ്റിൽ നിന്നുള്ള കേരള സർവീസുകൾ എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കിയത്. ഇതിനെതിരെ യാത്രക്കാരിൽ നിന്നും ശക്തമായ പ്രതിഷേധമുയർന്നിരുന്നു. നാട്ടിലേക്ക് മടങ്ങാനാകാതെ പ്രതിസന്ധിയിലാണ് പ്രവാസി മലയാളികൾ. സർവീസ് പുനരാരംഭിച്ചത് ഇവർക്ക് വലിയ ആശ്വാസമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സിവിൽ ID പുതുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ കുവൈറ്റ് ലളിതമാക്കി. ഡിജിറ്റൽ വൽക്കരണം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. കുവൈറ്റിൽ ഡിജിറ്റൽ വൽക്കരണത്തിന്റെ ഭാഗമായി സിവിൽ ID പുതുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സിവിൽ ഇൻഫർമേഷൻ അതോറിറ്റി കൂടുതൽ ലളിതമാക്കി. സ്വദേശികൾക്കും വിദേശികൾക്കും ഇനി മുതൽ സർവീസ് സെന്ററുകൾ സന്ദർശിക്കാതെ തന്നെ ഓൺലൈനായി സിവിൽ ID പുതുക്കാൻ സാധിക്കും. കാർഡുകൾ കൈപ്പറ്റുന്നതിന് മാത്രമാണ് ഇനി നേരിട്ട് എത്തേണ്ടി വരിക. ഏകീകൃത സർക്കാർ ആപ്പായ സഹേൽ വഴി അപേക്ഷകൾ സമർപ്പിക്കാനും അതിന്റെ പുരോഗതി തത്സമയം നിരീക്ഷിക്കാനും സാധിക്കും. PASCIയുടെ വെബ്സൈറ്റ് വഴി ID പുതുക്കാനും ഫീസ് അടയ്ക്കാനും സൗകര്യമുണ്ട്. മൊബൈൽ സന്ദേശങ്ങൾ വഴിയും ID പുതുക്കാനുള്ള ലളിതമായ മാർഗം അതോറിറ്റി നൽകും. സർക്കാർ സേവനങ്ങൾ വേഗത്തിലാക്കുന്നതിനും ഓഫീസുകളിലെ തിരക്ക് കുറയ്ക്കുന്നതിനുമാണ് ഈ നീക്കം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.